ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാ കോണുകളിലും നടക്കുന്ന വിചിത്രമായ വിഷയങ്ങൾ, വാർത്തകൾ, പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുവാണ്. ഒരു ഭാര്യയെ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം പുരുഷൻ ഒഴിവാക്കാൻ പ്രത്യേകിച്ച് ഇപ്പോഴും ഒരു കാരണങ്ങളും വേണ്ട. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ളപ്പോൾ, രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമാണ് അവർക്ക് ബാധകം. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിൽ എല്ലാം വിചിത്രമാണല്ലോ. അപ്പൊ പിന്നെ ആ വിഷയവും വിചിത്രവുമായിട്ട് തന്നെ നടക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാകാം. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ക്രിമിനൽ പ്രൊസീജിയർ ഉള്ളപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം ശരീഅത്ത് നിയമമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ വിവിധ വകുപ്പുകളാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ബാധകമായിട്ടുള്ളതെങ്കിലും മുസ്ലിങ്ങൾക്ക് മാത്രം ശരീഅത്ത് നിയമമാണ് അവർക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഒരു പുരുഷൻ എത്ര വേണമെങ്കിലും കെട്ടാനും എപ്പോൾ വേണമെങ്കിലും ഭാര്യമാരെ ഒഴിവാക്കാനുമുള്ള നിയമം. അത് അവർക്ക് ഇഫ് ദി പാർട്ടീസ് വെയർ മുസ്ലിം ദി റൂൾ ഓഫ് ലോ ഷാൽ ബി ദി മുസ്ലിം പേഴ്സണൽ ലോ, അവർക്ക് മുസ്ലിം പേഴ്സണൽ ലോ ആണ് ബാധകമായിട്ടുള്ളത്. അപ്പോഴും മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു സംസ്കാരം സ്വീകരിക്കുന്ന, ഒരു ആദർശം സ്വീകരിക്കുന്ന രാജ്യത്തിന് എന്തിനാണ് ആ മതനിയമത്തിന്റെ പിന്നാലെ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെ പിടിച്ച് വർഗീയവാദിയാക്കി കളയും. ചാപ്പയടിക്ക് പേരുകേട്ട നാടാണ് പ്രത്യേകിച്ച് ഈ കേരളം. ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാലോ ചാപ്പയടി വരും. ആ ചാപ്പയടിയെ ഭയന്ന് ഇത്തരം ആശയങ്ങളും ആദർശങ്ങളും പറയാതിരിക്കുന്നവരുണ്ടാകാം. എല്ലാവരെയും നിശബ്ദരാക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പോഴിതാ പൊതുസ്ഥലത്ത് പർദ്ദ ധരിക്കാതെ ഭാര്യ നടക്കുന്നു. ഭർത്താവിനാണെങ്കിലോ ഭാര്യ പർദ്ദ ഇടണം എന്ന് വളരെ കർക്കശമുണ്ട്, കണിശക്കാരനാണ്. അത് ഭർത്താവിനോടുള്ള ക്രൂരതയായിട്ടാണ് ഭർത്താവ് കണക്കാക്കുന്നത്. അതുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഭാര്യ പർദ്ദ ഇടാതെ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കുന്നതെന്നും അതുകൊണ്ട് മാത്രം എനിക്കവരെ വിവാഹബന്ധം വേർപെടുത്തണമെന്നും പറഞ്ഞ് ഒരു ഭർത്താവ് കോടതിയെ സമീപിക്കുവാണ്. അലഹബാദ് ഹൈക്കോടതിയെയാണ് സമീപിക്കുന്നത്. അപ്പോ ഇതാണോ മതിയായ കാരണങ്ങൾ എന്ന് പ്രോസിക്യൂട്ടർ ചോദിക്കുന്നു. കോടതി തന്നെ നിരീക്ഷിക്കുന്നു, വിവാഹബന്ധം വേർപെടുത്താനുള്ള ഒരു കാരണം ഇതാകത്തില്ല. കാരണം അവരും സ്വതന്ത്രയായിട്ടുള്ള ഒരു പൗരയാണ്. ഈ രാജ്യത്ത് ആ പുരുഷൻ എന്ത് സ്വാതന്ത്ര്യമാണോ ലഭിക്കുന്നത്, എന്ത് അവകാശങ്ങളാണോ ലഭിക്കുന്നത്, അതെല്ലാം തത്തുല്യമായ അളവിൽ ആ സ്ത്രീക്കും ലഭിക്കുന്നുണ്ട്. പുരുഷൻ എന്ത് ധരിക്കണം എന്ന് ആ സ്ത്രീക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ആ സ്ത്രീ അവർക്കിണങ്ങിയ, അവരുടെ ശരീരത്തിനും മനസ്സിനും അഭിരുചിക്കും ഇണങ്ങിയ വസ്ത്രധാരണം അവർ തിരഞ്ഞെടുക്കുന്നു എന്ന കാരണത്താൽ എങ്ങനെയാണ് ഒരു ഭർത്താവിന് ഭാര്യയെ ഒഴിവാക്കാൻ പറ്റുന്നത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. പരമ്പരാഗതമായി പിന്തുടരുന്ന മത ആചാരങ്ങൾ പാലിക്കാൻ ഭാര്യ വിസമ്മതിച്ചതുകൊണ്ടും അവളുടെ സ്വതന്ത്രമായ പെരുമാറ്റം അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടും വിവാഹമോചനം വേണം എന്നാണ് ഭർത്താവ് ഹൈക്കോടതിയിൽ വാദിക്കുന്നത്. ആ വാദം ഹൈക്കോടതിയിലെ അഭിഭാഷകർക്കും ജഡ്ജിനും വളരെ വിചിത്രമായി തോന്നുകയും ഇദ്ദേഹത്തെ ശാസിച്ചിട്ട് ആ വാദം കോടതി തള്ളുകയും ചെയ്തു. തന്നെ പീഡിപ്പിക്കുന്നു, ക്രൂരതയായിരുന്നു ആരോപിച്ചത്. 35 വർഷത്തെ ദാമ്പത്യ ബന്ധം അവസാനിപ്പിക്കാൻ ഭർത്താവ് കോടതിയെ സമീപിച്ചത് താൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാത്തത് തന്നെ മാനസികമായി അധൈര്യപ്പെടുത്താനാണ്, തന്നെ മാനസികമായി പീഡിപ്പിക്കാനാണ് എന്നായിരുന്നു കക്ഷി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. 1990 വിവാഹിതരായ ദമ്പതികൾ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 1996 മുതൽ വേർപിരിഞ്ഞാണ് താമസം. അപ്പോ 90 വിവാഹം കഴിഞ്ഞു, 96 മുതൽ വേർപിരിയുന്നു. 6 വർഷത്തെ ദാമ്പത്യ ജീവിതം. 2 പതിറ്റാണ്ടിലേറെയായി അകന്നു കഴിഞ്ഞിട്ടും വിവാഹമോചനം നൽകാൻ ഭാര്യ വിസമ്മതിക്കുന്നു. ഇതാണ് മാസങ്ങൾ നീണ്ട കോടതി വ്യവഹാരങ്ങളിലേക്ക് നയിച്ചത്. പർദ്ദ ധരിക്കാതെ പുറത്തു പോകുന്നത്, സമൂഹത്തിൽ സ്വതന്ത്രമായി ഇടപഴകുന്നത്, ഇതൊക്കെ അടക്കമുള്ള
ഭാര്യയുടെ പെരുമാറ്റം തന്റെ പ്രതീക്ഷകളെ തെറ്റിക്കുന്നതാണ് എന്നായിരുന്നു അദ്ദേഹം വാദിച്ചത്. 20 വർഷമായി പിണങ്ങി ജീവിച്ചിട്ടും യാതൊരു സഹകരണവുമില്ലാതെ, ഭാര്യാഭർത്തൃ ബന്ധമില്ലാതെ കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് അവരുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചു മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. ഇത് മാനസികമായ ക്രൂരതയ്ക്ക് തന്നെ വിധേയനാക്കി എന്നാണ് ഭർത്താവ് വാദിച്ചത്. എന്നാൽ ഈ വാദങ്ങളിൽ ഒരല്പം പോലും കഴമ്പില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മാനസിക രോഗത്തെ ചികിത്സിക്കണമെന്നായിരിക്കണം ജഡ്ജി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും, 6-ാം നൂറ്റാണ്ടിന്റെ മദ്രസ ബുദ്ധിയും വെച്ചുകൊണ്ട് നടക്കുന്നവനാണ് ഭർത്താവ്, അതുകൊണ്ടാണ് ഈ ഒരു കാരണം പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചത് എന്ന് ഒരു പക്ഷേ നമുക്ക് സംശയിക്കാം. അല്ല, ഇയാൾ അഭ്യസ്ത വിദ്യനാണ്. ഇദ്ദേഹം എഞ്ചിനീയറാണ്, ഭാര്യ സർക്കാർ സ്കൂളിലെ അധ്യാപികയുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും വിദ്യാസമ്പന്നരായ പ്രൊഫഷണലുകളാണ്. ഇവർക്ക് മദ്രസ ബുദ്ധി മാത്രമല്ല ഉള്ളത്, മതബോധം മാത്രമല്ല ഇവരെ നയിക്കേണ്ടത്. പക്ഷേ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കളക്ടറായാലും ഇവരുടെ തലച്ചോറിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് മതമാണെങ്കിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം വിചിത്രമായ സംഭവങ്ങളും ഉണ്ടാകും. അവരൊരു അധ്യാപികയാണ്, പൊതുസമൂഹത്തോട് സംവദിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആധുനിക സാഹചര്യത്തിൽ ആ രൂപത്തിലുള്ള അപ്പിക്കുപ്പായവും ഇട്ട് ഭർത്താവിനെ പേടിച്ചും ഭയന്നും ഭർത്താവിന്റെ ചൊൽപ്പടിക്കൊപ്പിച്ച് ഭർത്താവ് തീരുമാനിക്കണം, ഞാൻ എന്ത് കഴിക്കണം, ആർക്ക് വോട്ട് കുത്തണം, ഞാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ഭർത്താവ് തീരുമാനിക്കുന്നതിനനുസരിച്ച് അങ്ങനെ ഒരു ചവിട്ടുപലകയായി അടിമയായി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് എക്സ്ട്രാ ബോൾഡായിട്ടുള്ള അഭ്യസ്ത വിദ്യയും സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടിയ ആ സ്ത്രീ തീരുമാനിച്ചാൽ എങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുന്നത്? ഇനി ഇതൊന്നുമില്ലെങ്കിൽ പോലും വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല, എന്നാൽ പോലും ആ സ്ത്രീക്ക് തീരുമാനിച്ചൂടെ അവർക്ക് ഏത് വസ്ത്രം ധരിക്കാം, അവർക്ക് ഭർത്താവ് വേണോ വേണ്ടേ, എല്ലാം അവർക്ക് തീരുമാനിക്കാം. ഇപ്പൊ തന്നെ ആധുനിക സാഹചര്യത്തിലാണ് താൻ ജീവിക്കുന്നത് എന്ന് ആ സ്ത്രീ ബോധപൂർവം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത്തരം നടപടികൾ ഏത് രൂപത്തിലാണ് നിങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, ഇത് ക്രൂരതയാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിന്റെ വക്കീലിനോ മറുപടി ഉണ്ടായിരുന്നില്ല. ജസ്റ്റിസുമാരായ സൗമിത്ര ദയാൽ സിംഗും ഡൊണാദി രമേശും കൃത്യമായ രൂപത്തിൽ വിധിന്യായം പുറപ്പെടുവിച്ചു. വ്യത്യസ്തമായ ജീവിത വീക്ഷണങ്ങളും പെരുമാറ്റങ്ങളും ക്രൂരതയല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് അവരൊരു തീരുമാനമെടുത്താൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലെന്നിരിക്കെ എങ്ങനെയാണ് അവരെ തെറ്റുകാരിയാക്കാൻ സാധിക്കുക? ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക, ഒരു മുസ്ലിം സ്ത്രീയാണ്, അവരെ വിദ്യാസമ്പന്നയായി സ്വന്തമായിട്ടൊരു തൊഴിൽ നേടി. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞത്. ശക്തമായ രൂപത്തിൽ ഒരു തീരുമാനവുമായി 20 വർഷത്തോളം, 2 പതിറ്റാണ്ടോളം, മൊത്തമൊന്നല്ല കേട്ടോ, അവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അവർ മറ്റൊരു വിവാഹവും കഴിച്ചിട്ടില്ല. ഇയാളിൽ നിന്നും വിവാഹമോചനവും ആ സ്ത്രീ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തനിക്ക് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയെയും സമീപിച്ചിട്ടുണ്ടാകാം, വിവാഹമോചനം തരണമെന്ന് പറഞ്ഞിട്ട് അവർ വഴങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം കോടതിയെ സമീപിച്ചത്. നമ്മുടെ മക്കൾക്കും നമുക്ക് വേണ്ടത് നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവരും സ്വന്തമായി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ അവരും എക്സ്ട്രാ ബോൾഡായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസായി സമൂഹത്തിൽ വളർന്നു വരും. നന്ദി.